ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ബി.ജെ.പി. പിന്തുണയോടെ വിജയിച്ച കോൺഗ്രസ് മതതീവ്രവാദ സംഘടനയായ എസ്.ഡി.പി.ഐയുമായുള്ള ബന്ധം തുടരുന്നതിൽ കോൺഗ്രസ് നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്ന് സി.പി.ഐ.എം. മതതീവ്രവാദികളായ എസ്.ഡി.പി.ഐ. കോൺഗ്രസ് സഖ്യം കുറേക്കൂടി പരസ്യമായ രീതിയിൽ ബന്ധം പ്രകടിപ്പിക്കുന്നതാണ് ചൊവ്വാഴ്ച നടന്ന സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വ്യക്തമായിട്ടുള്ളതെന്ന് സി.പി.ഐ.എം. ഏരിയ കമ്മിറ്റി അംഗവും ചൊവ്വന്നൂർ പഞ്ചായത്ത് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറുമായിരുന്ന കെ സതീശൻ ആരോപിച്ചു. എസ്.ഡി.പി.ഐ. അംഗം ഷഹീദിനെ കോൺഗ്രസിന്റെ അംഗം വോട്ട് ചെയ്തതാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാക്കിയത്. നേരത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവർ എസ്.ഡി.പി.ഐയുടെ പിന്തുണയോടുകൂടിയാണ് വിജയിച്ച് ഭരണത്തിലെത്തിയത്. അന്ന് നിരുപാധിക പിന്തുണ എന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ മതതീവ്രവാദ സംഘടനയായ എസ്.ഡി.പി.ഐയുമായും കോൺഗ്രസ് സഖ്യം കുറെ കൂടി ശക്തമായ രീതിയിൽ പ്രകടിപ്പിക്കുന്നതാണ് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പ് ബോധ്യപ്പെടുന്നത്. എസ്.ഡി.പി.ഐയുടെ ഷഹീദിനെ കോൺഗ്രസ് അംഗം വോട്ട് ചെയ്താണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാക്കിയത്. നേരത്തെ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും എസ്.ഡി.പി.ഐയുടെ പിന്തുണയോടെയാണ് ഭരണത്തിൽ വന്നത്. അന്ന് നിരുപാധിക പിന്തുണ എന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. ചൊവ്വന്നൂരിൽ പരസ്യമായ സഖ്യം ഇത് നേരത്തെ തന്നെയുണ്ട്. കോൺഗ്രസിന്റെ അംഗങ്ങൾ 5 പേർ വിജയിച്ചത് ബി.ജെ.പിയുടെ പിന്തുണയോടുകൂടിയാണ്. ആ 5 പേരും ഇപ്പോൾ എസ്.ഡി.പി.ഐയുടെ പിന്തുണയോടുകൂടി അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്ത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ഒന്നിൽ എസ്.ഡി.പി.ഐയും ഒന്നിൽ കോൺഗ്രസും വിജയിച്ചിട്ടുണ്ട്. ഈ 2 പേരും കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് വന്നിട്ടുള്ളത്. വർഗീയ കക്ഷികളുമായി അധികാരം പങ്കിടുന്നതിൽ എന്ത് നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന് വ്യക്തമാക്കേണ്ടതുണ്ടെന്നും സതീശൻ വ്യക്തമാക്കി. ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് എന്ത് എന്ന് വ്യക്തമാക്കേണ്ടത്. ഇപ്പോൾ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഒന്നിൽ എസ്.ഡി.പി.ഐയും ഒന്നിൽ കോൺഗ്രസും അംഗങ്ങൾ ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട്. ഈ 2 പേരും കോൺഗ്രസിൻ്റെ പിന്തുണയും എസ്.ഡി.പി.ഐയുടെ പിന്തുണയോട് കൂടി തന്നെയാണ് അത് വന്നിട്ടുള്ളത്. ഇവരുടെ മുകളിൽ എന്ത് നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നത് എന്നത് വ്യക്തമാക്കേണ്ടത്.